വിശദമായി നോക്കാം. വോട്ട് അട്ടിമറി പ്രധാന വിഷയമായി ഉന്നയിച്ച് കോൺഗ്രസ് നടത്തുന്ന റാലി ഡൽഹി രാംലീല മൈതാനിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുടെ നേതൃത്വത്തിലാണ് റാലി. സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടപടികൾ ആവശ്യപ്പെട്ട് 5.5 കോടി ജനങ്ങളുടെ ഒപ്പ് കോൺഗ്രസ് സമാഹരിച്ചിരുന്നു. വോട്ട് കൊള്ളയിൽ ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചിട്ടും BJP തയ്യാറായില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. जैसे आपके डीएनए में सत्य है, वैसे उनके डीएनए में असत्य और वोट चोरी है. भाई और बहनों, आप घबराओ मत, आप घबराओ मत. अंत में इस देश में सत्य की जीत होगी और सत्य से हम नरेंद्र मोदी और अमित शाह और आरएसएस की सरकार को हटाएंगे. ज्ञानेश कुमार, सुखबीर सिंह सांधू, विवेक जोशी, ये देश इन 3 नामों को नहीं भूलेगा. ये चाहे कितने भी बड़े बड़े ये कितने भी इंतजाम कर लें इन लोगों को बचाने के लिए, एक दिन इन्हें इस देश को जवाब देना पड़ेगा कि किस तरह से इन्होंने हमारे वोटों का अधिकार हमसे छीनने की कोशिश की. जनरल लोग हो, किसी जात के लोग, अगर गरीब के हाथ में जो बाबा साहब अंबेडकर, पंडित जवाहरलाल नेहरू जी और कॉन्स्टिट्यूंट असेंबली ने मिलकर ये जो आपको हक दिया, संविधान दिया और वोट डालने का अधिकार दिया, अगर ये वोट डालने का अधिकार ही चले गया, आप क्या करेंगे? यहाँ अमीर गरीब का झगड़ा है, लेकिन ये लोग वो तो छोड़ दिए, वो तो हमेशा गरीबों के बारे में सोचते नहीं और अमीर लोगों को और अमीर बना रहे हैं और गरीब को और गरीब बनाया. तो इसीलिए भाइयों, हमारी लड़ाई गरीबों के लिए है, हमारी लड़ाई आरएसएस और बीजेपी के खिलाफ है, हमारी लड़ाई इन गद्दारों के खिलाफ है, हमारी लड़ाई जो वोट चोरी कर रहे हैं उनके खिलाफ है. तो इसीलिए आपको मजबूत बनना होगा, हर गांव-गांव जाना होगा. അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ് രാംലീല മൈതാനിയിലാണുള്ളത്. അരവിന്ദ്, ഇപ്പോഴും റാലി പുരോഗമിച്ചു വരികയാണ്. പ്രധാന നേതാക്കൾ, കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും ഒക്കെ. എത്ര രൂക്ഷ വിമർശനമാണ് ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് BJPക്കെതിരെ അവർ ഉന്നയിച്ചത്? ദിവ്യ, വോട്ടുകൊള്ളയ്ക്കെതിരായ ഒരു ശക്തമായ പ്രകടനത്തിനാണ് ഇപ്പോൾ ഡൽഹി രാംലീല മൈതാനം സാക്ഷ്യം വഹിച്ചത്. 10,000 അണിനിരത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം, കാരണം കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസും മുന്നോട്ട് പോയത്. ആദ്യം കർണാടകയിൽ വോട്ടുകൊള്ള ആരോപണം രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. കൃത്യമായ തെളിവുകളടക്കം നിരത്തിക്കൊണ്ടാണ് രാഹുൽ മുന്നോട്ട് പോയത്. ഇതിന് പിന്നാലെ ഹരിയാനയിലും സമാനമായ രീതിയിലുള്ള ക്രമക്കേട് നടന്നുവെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ഇതിലൊന്നും കൃത്യമായ ഒരു മറുപടിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കാനോ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പാർലമെന്റിലും ഈ വിഷയം കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി ഏകദേശം 5 കോടിയിലധികം ഒപ്പുകളാണ് ഈ വോട്ടുകൊള്ളക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ചത്. എന്തായാലും രാംലീല മൈതാനത്ത് 10,000 അണിനിരത്തിക്കൊണ്ടാണ് രാഹുൽ പറയുന്നത്, നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്, വോട്ടുകൊള്ള രാജ്യത്ത് അനുവദിക്കില്ല, ജനാധിപത്യത്തെയും അതുപോലെ തന്നെ സത്യത്തെയും മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടം തുടരുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം SIR-മായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഉയർത്തിയ തെളിവുകളടക്കം നിരത്തിക്കൊണ്ട് ഒരു ചർച്ചയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം BJPക്കും അതുപോലെ തന്നെ NDAക്കും ഭയമെന്നതാണ് രാഹുൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സംസാരിക്കുകയാണ്. ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കൊപ്പം നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത്.
വരും ദിവസങ്ങളിലും ശക്തമായ പോരാട്ടം തുടരും. കാരണം BJPയും RSSും സത്യമല്ല ശക്തിയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നു. അതങ്ങനെയല്ല, സത്യത്തിനെ ഒപ്പം നിർത്തിക്കൊണ്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിലടക്കം SIR ചർച്ചയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഹരിയാനയിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും നിരവധി തെളിവുകൾ നൽകിയിട്ടും തങ്ങൾ നൽകുന്ന തെളിവുകൾ പരിഗണിക്കാനോ അതിലൊരു മറുപടി നൽകാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെതിരെയുള്ള പോരാട്ടം തുടരും. അമിത്ഷായെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പരാജയപ്പെടുത്തുമെന്ന് തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, വിവിധ കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിശ്വനാഥ് എന്നിവരാണ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ഒരു ശക്തി പ്രകടനമായി ഇന്ന് രാംലീല മൈതാനത്തെ മഹാറാലി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധം രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുമെന്ന് തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ മഹാറാലിക്ക് പിന്നാലെ കോൺഗ്രസ് ശേഖരിച്ച 5.5 കോടി ഒപ്പുകൾ അത് രാഷ്ട്രപതിക്ക് കൈമാറും. ഇത്തരം ക്രമക്കേടുകൾ രാജ്യത്ത് നടക്കുന്നുവെന്ന് രാഷ്ട്രപതിയെ ബോധ്യപ്പെടുത്തുവാനാണ് കോൺഗ്രസിന് നീക്കം ആരംഭിക്കുന്നത്. എന്തായാലും നാളെ വീണ്ടും പാർലമെന്റ് സമ്മേളിക്കാൻ പോകുന്നു. SIR അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ്